കാശ്മീരിൽ 26 വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള തീവ്രവാദികൾ കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം ഇന്ത്യയും ഈ ലോകത്തെയും ഞെട്ടിക്കുന്നതായിരുന്നു. സമാധാനത്തിൻ്റെ പാതയിലേക്ക് പ്രവേശിച്ച കാശ്മീരിലെ ജനങ്ങൾ അത്രമാത്രം സന്തുഷ്ടരായിരുന്ന ഒരു കാലമാണ്. അവർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്, വരുമാനം ലഭിക്കുന്നുണ്ട്. അത്രമാത്രം വിനോദസഞ്ചാരികൾ ലോകത്തെമ്പാടും നിന്ന് ഭൂമിയിലെ ഈ സ്വർഗം കാണാൻ എത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇതിൽ വിരളി പിടിക്കുന്ന പാകിസ്ഥാൻ ഛിന്ന ഭിന്നമായ ഭീകര സംഘടനകളെ ഏകോപിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തുന്നത്. അവർക്ക് എപ്പോഴും കാശ്മീരിനെ അശാന്തമായി നിലനിർത്തണം. എന്നാൽ മാത്രമേ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഈ ദാരുണമായ സംഭവത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ മരവിപ്പിക്കുന്ന പരിപാടികൾ നടത്തുകയാണ്. വിവിധ കരാറുകൾ റദ്ദാക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കരാറാണ് സിന്ധു നദീജല കരാർ. എന്താണ് ആ കരാർ? വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിലുണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് ഈ സിന്ധു നദീതട ഉടമ്പടി. ഇന്ത്യ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കൈക്കൊണ്ടിരിക്കുന്ന ഈ ശക്തമായ തീരുമാനം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് പോലും ഇന്ത്യ സ്വീകരിക്കാത്ത നടപടിയാണ് എന്നതാണ് ശ്രദ്ധേയം. അതായത് 3 യുദ്ധങ്ങളെ അതിജീവിച്ച് പോയ കരാറാണ് ഇപ്പോൾ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? പാകിസ്ഥാനോട് ഇനി മനുഷ്യത്വപരമായ യാതൊരു വിട്ടുവീഴ്ചയും സാധ്യമല്ല എന്ന സന്ദേശമാണ് ഇന്ത്യ ഈ ലോകത്തോടും പാകിസ്ഥാനോടും വിളിച്ചു പറയുന്നത്. 1954 ലോകബാങ്കാണ് ഇത്തരമൊരു പ്രശ്നത്തിന് മധ്യസ്ഥത വാഗ്ദാനം ചെയ്തത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് 1960 സെപ്റ്റംബർ 19 ഈ കരാറിനിപ്പോൾ 64 വർഷത്തെ പഴക്കമുണ്ട്. 1948 പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി. ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം തരുന്നില്ലെന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെത്തുന്നത്. പിന്നാലെ നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഈ കരാർ കറാച്ചിയിൽ വെച്ച് ഒപ്പിടുന്നത്. സ്വാഭാവികമായും 1947 നടന്ന വിഭജനമായിരിക്കണമല്ലോ ഈ നദിയെ രണ്ടായി മുറിച്ചത്. ഈ നദിയെ രണ്ടായി മുറിച്ചതിലൂടെ അടിസ്ഥാനപരമായ ജലസേചന ആവശ്യങ്ങൾക്ക് സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം ആ മേഖലയിലെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നതിൽ ധാരണ വേണമെന്ന ആവശ്യമാണ് സിന്ധു നദീജല കരാറിൽ എത്തിയത്. അങ്ങനെയാണ് ഇരു രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായ ചെനാബ്, സിന്ധു എന്നിവയിൽ നിന്നുള്ള ജലം പാകിസ്ഥാനും കിഴക്കൻ നദികളായ സത്ലജ്, ബിയാസ്, രവി എന്നിവയിൽ നിന്നുള്ള ജലത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യയ്ക്കും ലഭിച്ചു. നിശ്ചിത വ്യവസ്ഥകൾക്കുള്ളിൽ നിന്ന് ജലസേചനം, അനിയന്ത്രിതമായ ജലവൈദ്യുത ഉൽപ്പാദനം, കുടിവെള്ള വിതരണം, നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം ഉപയോഗിക്കാമെന്നും ഈ കരാർ വ്യക്തമാക്കുന്നുണ്ട്. ഭക്രാനങ്കൽ അണക്കെട്ട്, രഞ്ജിത് സാഗർ അണക്കെട്ട്, പോങ് അണക്കെട്ട്, നീണ്ട കനാൽ ശൃംഖല എന്നിവയിലൂടെ ഇന്ത്യ കിഴക്കൻ നദികളുടെ ഏതാണ്ട് മുഴുവൻ വിഹിതവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോൽപാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാനും വ്യവസ്ഥകളുണ്ടായിരുന്നു. ഗതി മാറ്റാതെയും ജലനിരപ്പ് കുറയ്ക്കാതെയും പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാനും ഇന്ത്യക്ക് അനുമതി നൽകിയിരുന്നു ഈ ഉടമ്പടി പ്രകാരം. സത്യത്തിൽ ഈ കരാർ ഉണ്ടാകാൻ കാരണം പാകിസ്ഥാൻ്റെ ഭയത്തിലും ആശങ്കയിലും നിന്നാണ്. കാരണം ഇങ്ങനെ ഒരു കരാർ ഇല്ല എന്നിരിക്കട്ടെ, ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഈ ഭീകരവാദം പോലുള്ള പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പോ കാരണം ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ വഴിതിരിച്ച് വിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാക്കാം എന്നുള്ള പാകിസ്ഥാൻ്റെ പേടിയിൽ നിന്നാണ് ഈ കരാർ ഉടലെടുത്തത്. 1960 ഈ കരാർ അംഗീകരിച്ചതിന് ശേഷം വെള്ളത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. കരാറിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരാതികളും തർക്കങ്ങളും പരിഹരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഇന്ന് ലോകത്തുള്ള നദീജലത്തെ പങ്കുവയ്ക്കുന്ന കരാറിൽ ഏറ്റവും വിജയകരമായ ഒന്നാണ് സിന്ധു നദീജല ഉടമ്പടിയായി നിലനിന്നു പോകുന്നത്. പക്ഷേ ഇപ്പോഴെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് കാരണം ഒരുപാട് ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ. അതിനുള്ളിൽ തന്നെ എത്രയോ ഗ്രൂപ്പുകൾ തമ്മിലടിക്കുന്നു, ഗവൺമെൻറ്റിനെതിരെ പോരാടുന്നു, വിഘടനവാദം കൊടുമ്പിരി കൊള്ളുന്നു ബലൂചിസ്ഥാനിലും മറ്റുമൊക്കെ. എന്നിട്ടും അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അയൽ രാജ്യത്തെ ദ്രോഹിക്കാൻ അവർക്ക് ഏറ്റവും അധികം താല്പര്യം. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലിരിപ്പ് പ്രകാരം ഇന്ത്യ നാളെ ഇങ്ങനെ ഒരു പണി കൊടുത്താൽ അങ്ങനെ ഒരു പണിയെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ഒരു ആശങ്കയിൽ നിന്നും മറ്റുമൊക്കെയാണ് ഈ കരാറുണ്ടായത്.
കാലാകാലങ്ങളിലായി കാലാവസ്ഥാ വ്യതിയാനത്തെയും മറ്റു ചില കാര്യങ്ങളുമൊക്കെ ഈ ഉൾപ്പെടുത്തി കരാർ പുതുക്കണമെന്ന അഭിപ്രായം നിലവിലുണ്ടായിരുന്നു. ഈ കരാർ പ്രകാരം സിന്ധു നദിയിലെ 20% വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാവൂ. ബാക്കി 80% പാകിസ്ഥാനാണ്. 65-ലും 71-ലും 99-ലെ കാർഗിൽ യുദ്ധമൊക്കെ നടന്നിട്ടും ഈ ഉടമ്പടിയെ ഈ യുദ്ധങ്ങളൊന്നും തന്നെ ബാധിച്ചിരുന്നില്ല. അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കരാർ ചിലപ്പോഴൊക്കെ ചർച്ചയിലേക്ക് എത്തിയിരുന്നു. മാത്രമല്ല ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ചില ജലവൈദ്യുത പദ്ധതികളെ എതിർത്തും പാകിസ്ഥാൻ ചില സമയത്തൊക്കെ രംഗത്തെത്തിയിരുന്നു. ഇതിൽ 330 മെഗാവാട്ടിൻ്റെ കിഷൻ ഗംഗ പദ്ധതി ഉണ്ടായിരുന്നു. 850 മെഗാവാട്ടിൻ്റെ റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല പദ്ധതികളും വരുന്നതോടുകൂടി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയുമെന്നാണ് പാകിസ്ഥാൻ്റെ വാദം, അവരുടെ ആശങ്ക. അതേസമയം കരാറിൽ ഭേദഗതി ആവശ്യമാണെന്ന് ഇന്ത്യയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഈ ഉടമ്പടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാന് നോട്ടീസും നൽകിയിരുന്നു. ഈ കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്ന അവസ്ഥ അതിദയനീയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലേ അത് മനസ്സിലാവും. കാരണം പാകിസ്ഥാൻ്റെ GDP-യിൽ 21% കാർഷിക മേഖലയിൽ നിന്നാണ് കിട്ടുന്നത്. അവരുടെ പ്രധാന വിളകളെന്ന് പറയുന്നത് ഗോതമ്പ്, അരി, കരിമ്പ്, വിവിധ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെയാണ്. പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലാണ് അവരുടെ കൃഷി ഏറ്റവും അധികം ഉള്ളത്. ജലസേചനത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി കാർഷിക മേഖലയുടെ 80% ആശ്രയിക്കുന്നത് സിന്ധു, ധലം, ചിനാബ് നദികളെയും അവയോട് ചേർന്നുള്ള ചെറുനദികളെയുമാണ്. പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി സിന്ധു നദിയെയും അതിൻ്റെ പോഷക നദിയെയുമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. മാത്രമല്ല ലാഹോർ, കറാച്ചി, മുൾട്ടാൻ തുടങ്ങിയ അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് കുടിവെള്ളത്തിനും വ്യാവസായികമായ ആവശ്യങ്ങൾക്കും ഈ നദികളിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സിന്ധു നദി ടിബറ്റൻ മേഖലയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യ വഴിയാണ് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത്. മനസ്സിലായി? ഇന്ത്യ വഴി, അവിടെയാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. അപ്പോൾ സിന്ധു നദീതടത്തെ അത്രയധികം ആശ്രയിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ. അതായത് ഇന്ത്യ കളിക്കുന്ന കളി അതിഗംഭീരമായ ഒരു കളിയാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണമെന്ന് വെച്ചാൽ പാകിസ്ഥാനെ ഏതൊക്കെ തരത്തിൽ വരിഞ്ഞു മുറുക്കാമെന്നാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. ഒരു അർത്ഥത്തിൽ പാകിസ്ഥാൻ അത് അവർ അർഹിക്കുന്ന കാര്യമാണ്. ലോകത്തെമ്പാടും ഭീകരവാദത്തെ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സ്വന്തം രാജ്യത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും ദുരവസ്ഥകളെയും മാറ്റേണ്ടതിന് പകരം ഓരോ ഭീകരവാദികൾക്ക് തോക്കും കൊടുത്ത് അതിർത്തി നുഴഞ്ഞു കയറി ഇന്ത്യയിൽ വന്ന് നിരപരാധികളെ കൊലപ്പെടുത്തി തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തിനെതിരെ ഇന്ത്യൻ ഭരണാധികാരികൾ എടുക്കുന്ന ഏതൊരു തീരുമാനവും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുക മാത്രമേ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും മനുഷ്യത്വ ബോധമുള്ള ഏതൊരു മനുഷ്യർക്കും സാധിക്കൂ.